അവിഹിത വീഴ്ച നടത്തി മക്കളെ ഉണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കളുടെ വാർത്ത നാളെ മുതൽ. നാടുനീളെ ഓടി നടന്ന് വ്യഭിചാരവും പെണ്ണുപിടുത്തവും നടത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ മോന്മാർ ഇന്ന് ഖദർ വടി പോലെയാക്കി നരച്ച മുടിയിൽ പെയിന്റും അടിച്ച് ചെറുപ്പക്കാർക്കിട്ട് പണിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ കൂട്ടത്തിൽ സെക്ഷൽ പെർവേർട്ടുകളും ഓടക്കുഴൽ വിദ്വാൻമാരും കുണ്ടന്നൂർ കലാകാരന്മാരും വരെയുണ്ട്. പേഴ്സണൽ സ്റ്റാഫുകൾ എന്നും പറഞ്ഞ് പ്രസിദ്ധ വെടികളെ വരെ തീറ്റിപ്പോറ്റുന്നവന്മാർ വരെയുണ്ട്. ഇത്തരക്കാരെ വീട്ടിൽ വരെ ജീവനക്കാരായി ഇപ്പോഴും വെച്ചിരിക്കുന്ന മുതുക്കൻ നേതാക്കന്മാർ. ഇവന്മാരാണ് രാഹുലിനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത്, കടന്നാക്രമിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തപ്പിപ്പോകുന്ന പോക്സോ ഞരമ്പന്മാർ മുതൽ രോമമില്ലാത്ത പയ്യന്മാരെ തപ്പിപ്പോകുന്ന കുണ്ടന്മാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. അവന്മാരെ ഞങ്ങൾ അനാവരണം ചെയ്യാൻ പോകുകയാണ് നാളെ മുതൽ. ഉദ്ഘാടന ദിവസമായ നാളെ തൻ്റെ മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയെ പിഴപ്പിച്ച് ഗർഭിണിയാക്കി ഒടുവിൽ അവൾ പ്രസവിക്കുകയും അവളെ വെപ്പാട്ടിയാക്കി വർഷങ്ങളോളം കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ആ അമ്മയും മകളും ഇന്ന് കിടപ്പാടമോ ഭക്ഷണത്തിനോ വകയില്ലാതെ ഉഴലുകയാണ്. പക്ഷേ അവന്മാർ ഖദർ ഉടയാതെ നടക്കുന്നു. ഇതുപോലെയുള്ള മുതുകോഴികൾ വാഴുന്ന ഒരു കോഴി ഫാമാണിന്ന് കോൺഗ്രസ് പ്രസ്ഥാനം. അതിലെ ഏറ്റവും വലിയ ആഭാസന്മാരായ കേക്കച്ചനും രമേശനുമാണ് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ ഇപ്പോൾ ഉള്ളത്. പിണറായി സർക്കാരിന് മൂന്നാം ഊഴം നൽകുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ കേക്കച്ചന്റെ കൊസറക്കൊള്ളി തരവഴികൾ കണ്ട് സഹികെട്ട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണിത്. ഡാ കേക്കച്ച, നിനക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോണകം കഴി ജീവിച്ചുകൂടെ എന്ന്. മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട എന്ന് സംബോധന ചെയ്യണം എന്ന് വാറോല ഇറങ്ങിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട എന്ന സംബോധന ചെയ്തത്. ജട്ടി വിപ്ലവത്തിലെ ആദ്യ വിക്കറ്റ് വീഴിച്ചിട്ട് പരദൂഷണം പറഞ്ഞ് യുവനേതാവിൻ്റെ ജീവിതം തകർത്തിട്ട് കേക്കച്ചൻ പിണറായിയുമായി സൗഹൃദം പങ്കിടുന്നത് കാണുക. മണ്ടന്മാർ നമ്മൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്ന്. ഘടകകക്ഷിയായ CPI പോലും കടുത്ത ഭാഷയിൽ പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ സദ്യ മൂഞ്ചാൻ പോയി ക്യൂ നിൽക്കുന്നവൻ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, ഖജനാവിലെ ഫണ്ടെടുത്ത് അയ്യപ്പ സംഗമം, ന്യൂനപക്ഷ സംഗമം നടത്തൽ, പാട്ടപെറുക്കി നടക്കുന്ന പാർട്ടി പ്രവർത്തകർ പോലും കോടീശ്വരന്മാരായി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, ഗുണ്ടകളായി മാറുന്ന പോലീസ് സംവിധാനം, പെരുകുന്ന മഹാമാരികൾ, പെരുകുന്ന ആളോഹരിക്കടം, ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളകൾ, തകർന്നടിഞ്ഞ ആരോഗ്യരംഗം, പ്രതിപക്ഷ നേതാവെന്ന മൊണ്ണയ്ക്ക് പക്ഷേ വായിൽ നാക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ കൊള്ളയുടെ പങ്കുപറ്റി ഇലനക്കി നിൽക്കുന്ന ഇവൻ്റെ പട്ടിഷോ, ഇവൻ്റെ എച്ചില് തിന്നുന്ന സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ കോലുമായി മുന്നിൽ വന്ന് നിൽക്കുന്ന പെണ്ണുങ്ങളെ നോക്കി മാത്രം രാവിലെ ഫേഷ്യൽ ചെയ്ത് 11 കൃത്യം വന്ന് നിൽക്കും. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ഛർദ്ദിച്ചു കൊടുക്കും. അവർ അത് തത്സമയം നൽകുകയും ചെയ്യും. പിന്നെ പോകും. എന്തിന്? പിണറായിയുടെ വലുതും നക്കാൻ കിട്ടുമോ എന്നറിയുവാൻ. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവൻ യഥാർത്ഥത്തിൽ ഒരു CPM പ്രവർത്തകനാണ്, ആത്മാർത്ഥതയുള്ള CPM പ്രവർത്തകൻ. ഇവനെ ജയിപ്പിക്കുന്നത് LDF ആണ്. കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇതുവരെ ഈ സത്യം മനസ്സിലായിട്ടില്ല. ഇവന് വരുന്ന തവണ കോൺഗ്രസിന് ഭരണത്തിൽ വരുവാൻ സാധിക്കില്ല, ഇവന്റെ തരവഴികൾ കൊണ്ട് കോൺഗ്രസ്സുകാർ പോലും പാർട്ടിയെ വെറുത്ത് വോട്ട് ചെയ്യില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇവൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, രാഷ്ട്രീയ വനവാസത്തിന് പോയിക്കൊള്ളാം എന്നിവൻ മുൻകൂർ ജാമ്യം എടുത്തു കളഞ്ഞത്. ലഭിച്ച കമ്മീഷനുകളും പിണറായി സർക്കാരിന് മൂന്നാം ഊഴം ലഭിക്കുവാനുള്ള ജട്ടി വിപ്ലവത്തിൽ ലഭിച്ച കാശുമെല്ലാം കേക്കച്ചൻ ഇതിനോടകം UK കടത്തി എന്നാണ് വിവരം. രാഷ്ട്രത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് ആ ഖദർ ഊരിപ്പറിച്ച് കളഞ്ഞ് വാഴയ്ക്ക് വളമാക്കി ശിഷ്ടകാലം ജീൻസും മോഡേൺ ഡ്രസ്സും ഒക്കെ ഇട്ട് വല്ല പബ്ബിലോ ബദറോ കൈതപ്പോയിലിൻ്റെ കേന്ദ്രത്തിലോ ഒക്കെ പോയി സുഖിക്കുവാനാണ് അണ്ണൻ്റെ പ്ലാൻ. ഇവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മൊത്തത്തിൽ തീയിട്ട് മുടിപ്പിച്ചിട്ട് രാജ്യം വിടും മുമ്പ് കോൺഗ്രസ്സുകാരെ ഉണരുക, ഈ വൃത്തികെട്ടവനെ പാർട്ടിക്ക് പുറത്താക്കുക. രാഹുലിനെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുത്ത കേക്കച്ച, നിനക്ക് രാഹുലിനെതിരെ ബോധ്യം വന്ന ആ തെളിവ് എന്താണെന്ന് ജനങ്ങളോട് പറയാമോ? നിനക്ക് ബോധ്യപ്പെട്ട ആ തെളിവ് പോലീസിന് കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാമോ? നാണവും മാനവും കെട്ട കേക്കച്ച, നിനക്ക് ഈ ജട്ടിഡിയിലിന്, ഈ കൂട്ടിക്കൊടുപ്പിന് എത്ര കിട്ടി? നിനക്ക് ആകെ ഒരു മകളെ ഉള്ളൂ എന്നാണ് ഞങ്ങളുടെയൊക്കെ ധാരണ. ഇതൊക്കെ തിന്നുവാൻ ഇതൊക്കെ അവർക്ക് ഉതകുമോ? 15-ാം തീയതി കഴിഞ്ഞിട്ടും ഇവിടെ സൂര്യൻ ഉദിക്കും എന്ന് നിനക്ക് വല്ല ബോധ്യവും ഉണ്ടോ കേക്കച്ച? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്റെ അവസാനം എങ്ങനെ ആയിരിക്കും എന്ന ബോധ്യവും താങ്കൾക്കുണ്ടോ? അലക്കി അയലിട്ട കോണകം പോലെ പാറിപ്പറന്നു കിടന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത് യുവനേതാക്കളുടെ
പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നില്ലേ? നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ? നീ ഇന്നും 30 വർഷത്തിന് മുമ്പ് പറവൂരിലൂടെ ലാമ്പിയിൽ ചിട്ടിപ്പിരിവുമായി നടക്കുന്നവൻ്റെ അതേ മാനസികാവസ്ഥയിൽ തന്നെ നിൽക്കുകയല്ലേ? ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ സ്വന്തമായി PR ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ 2 പേരാണ്, കേക്കച്ചനും ചെന്നിത്തലയും. ചെന്നിത്തല ഇന്നും കൗമുദിയിൽ എഡിറ്റ് പേജിൽ ഒരു പെയ്ഡ് PR നൽകിയിരുന്നു. കൗമുദിയിലെ ഒരു മുൻ പ്രാദേശിക ലേഖകനാണ് ഇദ്ദേഹത്തിൻ്റെ PS. രാഹുലിനെ പെണ്ണുകേസിൽപ്പെടുത്തി ഇല്ലാതാക്കുവാൻ ശ്രമിച്ച എല്ലാവൻ്റെയും നാറിയ കഥകൾ നാളെ മുതൽ i2 ന്യൂസിൽ. ഇവന്മാരിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീകൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്, തെളിവുകൾ സഹിതം. നാളെ കോൺഗ്രസിലെ ഒരു സമുന്നതനായ ഒരു നേതാവ് തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുകയും അവൾ പ്രസവിക്കുകയും ആ കുഞ്ഞിനിന്ന് 23 വയസ്സും ആയി. ജീവിക്കുവാൻ പോലും മാർഗമില്ലാതെ അവർ ഉഴലുകയാണ്. ഇതുപോലെ എല്ലാവൻ്റെയും പൊയ്മുഖങ്ങൾ നമുക്ക് അഴിക്കണം, ജനങ്ങളുടെ മുന്നിൽ നിർത്തണം. ഇവന്മാരുടെ കോഴിത്തരങ്ങൾ അനുഭവമുള്ളവർ, അറിയാവുന്നവർ ഞങ്ങളെ വിളിക്കുക. അപ്പോൾ നാളെ മുതൽ നമുക്ക് തുടങ്ങാം. ഇനി i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പേര് അബ്ദുൽ മുഹമ്മദ്, പാലക്കാട് അയിരൂര്. അല്ല, ഈ കോൺഗ്രസിന്റെ ഈ കളിയെ അത് നാട്ടിൽ കോൺഗ്രസ് ഇല്ലാതാവുന്ന, ഞാൻ കോൺഗ്രസ് പ്രവർത്തനാണ്, വലിയ ആദരിക്കുന്ന ആളാണ് കോൺഗ്രസിനെ. ഈ നേതാക്കന്മാർ തമ്മിൽ തല്ലി കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരി. ഇവര് നേതാക്കന്മാരുടെ പ്രശ്നം. അതിൽ വലിയ ഖേദമുണ്ട്, വിഷമമുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്നത് നല്ല സഭിന്ന നേതാവാണ്, കഴിവുള്ള ആളാണ്. അയാളിനൊക്കെ അങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, ഭയങ്കര മനോവേദനയാണ്, ദുഃഖമുണ്ട് ആ വിഷയത്തിൽ. ഇവരൊക്കെ വളർന്നു വരുന്ന ഇവരാണ്. അവരിതിനെ മുടക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എനിക്ക് വല്ലാതെ വിഷമമുണ്ട്. കോൺഗ്രസിന്റെ അനുഭവിയാണ് ഞാൻ. എൻ്റെ പേര് രഞ്ജൻ, ഞാൻ വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരു കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയാണ്. കോൺഗ്രസ് ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലനിൽക്കുന്നത് അനീതിക്കെതിരെ പോരാടാൻ വേണ്ടിയാണ്. ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോ, അത് നമുക്ക് കാണാൻ കഴിയും. അനീതിക്കെതിരെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഉണ്ടായത്, അവർ നടത്തിയ അനീതികൾക്കെതിരെ. അതുപോലെ കമ്മ്യൂണിസം റഷ്യയിലും ഫ്രാൻസിലും എല്ലാം ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾക്കുള്ള അനീതിക്കെതിരെ, രാജാക്കന്മാർ നടത്തിയ അനീതിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയ വഴി കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ പുറത്ത് ഒരു ഭാവിയുടെ മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ഒരു യുവ നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ഇത് വളരെ അനീതിയാണ്. ഇവിടെയാണ് അനീതി സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇത് ഞാൻ മാത്രമല്ല, ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനോ ഒന്നുമല്ല, ഒരു അനുഭാവി മാത്രമാണ്. ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എവിടെയെങ്കിലുമൊക്കെ ജയിക്കുമ്പം സന്തോഷിക്കുക എന്ന വ്യക്തിയാണ്. അത്രമാത്രമേ എനിക്കുള്ളൂ. ഞാനകത്ത് എൻ്റെ ഒരു മിനിറ്റ് പോലും ഞാൻ കോൺഗ്രസിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഈ ഒരു രാഹുലിൻ്റെ ഈ ഒരു തീരുമാനം, ഇത് ഭയങ്കര അനീതിയാണ്. രാഹുലിനോട് കാണിക്കുന്ന അനീതി എന്ന് പറയുന്നത്. ഇത് ആരാണ് കംപ്ലൈൻറ്റ് ചെയ്തേക്കുന്നത്? ആളില്ല. ഇവിടെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്, കേസ് കൊടുത്തിട്ടില്ല. എന്താണ് പരാതി? ഒരു പരാതിയില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു കുറ്റമാണോ ചെയ്തേക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇതുപോലെ ശിക്ഷിക്കുന്ന ഒരു സംഭവം, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കുറേ ആൾക്കാരുടെ സംസാരിക്കുന്ന ചാനലിലൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ എന്നെപ്പോലെ തന്നെ വേദനയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നമുക്കല്ലെങ്കിൽ തന്നെ വേറെ ആൾക്കാണെങ്കിൽ തന്നെ കോൺഗ്രസ് ഇവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുണ്ടാകുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ വരുന്നതിന് മുമ്പ് ഒരു ചാനൽ ചർച്ച കാണാൻ പറ്റില്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനും വന്ന് കോൺഗ്രസ്സുകാരൻ്റെ തല അടിച്ചു താത്ത് തല താഴ്ത്തി ഇറങ്ങിപ്പോകുന്ന ചർച്ചക്കാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ഒരു സമയത്താണ് എത്ര വിദഗ്ധമായ രീതിയിൽ ഓരോ സംഭവത്തിനെയും ഖണ്ഡിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള, അതായത് ഇൻസ്റ്റൻ്റായിട്ട്
ഖണ്ഡിക്കാൻ കേപ്പബിലിറ്റി ഉള്ള, അതുപോലെ പാർട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചുമുള്ള അഗാധമായ ജ്ഞാനമുള്ള ഒരാളാണ് രാഹുൽ. തലയിൽ ആളുതാമസമുള്ളൊരു വ്യക്തി. അപ്പം അതുപോലുള്ളൊരു നേതാവ്, അതായത് ഈ കമ്മ്യൂണിസത്തിനെതിരെ പോരാടാൻ വേണ്ടി കേരളത്തെ സംബന്ധിച്ചോളം പോരാടാൻ വേണ്ടി വേറെ ആരും ഇല്ല. അപ്പം ഇതുപോലെ രാഹുലിനെ പോലുള്ള ആൾക്കാരും നമുക്ക് എത്ര ഒരു സംസ്ഥാനത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു പോരാളിയാണ് രാഹുൽ. അപ്പോൾ രാഹുലിനെതിരെ ഇതുപോലെയുള്ള ഒരു സംഭവം, ഈ വോയിസ് ക്ലിപ്പ് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ഇത് ശരിയാണെങ്കിൽ തന്നെ, വോയിസ് ക്ലിപ്പിൽ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ തന്നെ അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പിൻ്റെ പുറകെ പോവുകയും ആ വോയിസ്, നമ്മൾ ഈ ചാനൽ ചർച്ചക്കാരെ ഒന്നും നമ്മളൊന്നും പറയുന്നില്ല, അവന്മാരുടെ ജീവിത മാർഗം അത് എങ്ങനെയും സെൻസേഷൻ ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ള. ഇത് ആദ്യം പൊക്കിക്കൊണ്ട് വരുന്ന മരമുറി ചാനൽ, അതായത് കാട്ടുകള്ളന്മാരുടെ ചാനലാണ്. അവർക്ക് അതല്ലേ കാട്ടുകള്ള മോഷണം അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തിപരമായ പ്രൈവറ്റ് മെസ്സേജസ് എടുത്ത് അത് പ്രൈവറ്റ് മെസ്സേജ് നമ്മൾ രണ്ടുപേരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ സംസാരിക്കും, അതായത് സെൻസറിങ് ഉണ്ടോ? നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ പ്രൈവറ്റ് കോൺവെർസേഷൻ എടുത്തിട്ട് അത് വെച്ച് ചാനൽ ചർച്ച നടത്താന്മാർക്ക് ഇവന്മാർക്ക് എന്ത് തരത്തിലുള്ള ഇവന്മാരുടെയൊക്കെ ധാർമ്മികത എന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല കുറേ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, ഇവന്മാരൊക്കെ എത്രയോ വൃത്തികെട്ടന്മാരാണെന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം എടുത്തു വെച്ച് ചാനൽ ചർച്ച ചെയ്യുന്ന, ഇതിനകത്ത് എന്താണ് നിയമപരമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം അതിനകത്തുണ്ടോ? ഒരു തരത്തിലുള്ള നിയമലംഘനം. രണ്ടുപേരും സംസാരത്തിൽ നിന്ന് ഗർഭചിത്ത് ചെയ്യണമെന്ന് അതിനകത്ത് പറയുന്നില്ലല്ലോ. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതല്ലല്ലോ നമ്മൾ തീരുമാനിച്ചിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അവർ തീരുമാനിച്ച കാര്യങ്ങളാണ്, അത് നമുക്കറിയില്ല. നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏത് രാഷ്ട്രീയ പ്രവർത്തനമായാലും അവർക്ക് പ്രൈവറ്റ് ലൈഫുണ്ട്. അവരുടെ പേഴ്സണൽ കോൺവെർസേഷൻ എടുത്തു വെച്ച് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു യോഗ്യത ഇവിടെ ആർക്കും ഇല്ല. ഇവരൊക്കെ ഹരിചന്ദ്രന്മാരാണോ? ശരിക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഇവന്മാരെയാണ് ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നവന്മാരെയും മാധ്യമക്കാരെയാണ് ഇവന്മാർ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി ചെയ്യാൻ പറ്റുന്നവന്മാരാണ് ഇവരൊക്കെ. മഹാവൃത്തികെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാർ, അതുപോലെ തന്നെ ചാനൽ മീഡിയക്കാർ. രാഹുൽ ഓൾറെഡി ഹീസ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഈസ് എ ഓർഗനൈസ്ഡ് ട്രാപ്പ്. അത് ട്രാൻസ്ജെൻഡറിൻ്റെ വോയിസ് ക്ലിപ്പിൽ തന്നെ ട്രാൻസ്ജെൻഡർ പറയുന്നുണ്ടല്ലോ, രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഗൂഢാലോചന നടത്തിയിട്ട് രാഹുലിനെതിരെ സംസാരിക്കാൻ പറഞ്ഞു എന്ന് അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാധ്യമപ്രവർത്തനമാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ടീം അതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് രാഹുൽ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാകുന്ന ഈ കഥകൾ വെച്ചിട്ട് ഒരു ഇത്രയും പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പ്രസ്ഥാനം ഇത് ഒരിക്കലും അങ്ങനെ പാർട്ടിൻ്റെ പുറത്താക്കാനോ റെസിഗ്നേഷൻ ചെയ്യാനോ കാര്യമില്ല, ഒരു കാര്യമില്ല. അതായത് ദേ ഹാവ് ടു ആസ്ക്. വി.ഡി. സതീശനാണെങ്കിൽ ചോദിക്കണം എന്താണ് പരാതി ഏത് സെക്ഷനിൽ ആണ്, വിച്ച് സെക്ഷൻ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പരാതി, അല്ലെന്നുണ്ടെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ് ആണെങ്കിൽ വിച്ച് സിവിൽ പ്രൊസീജിയർ കോഡ്, ഏത് സിവിൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് വിധത്തിലുള്ള ഏത് കുറ്റമാണ് ചെയ്തേക്കുന്നത്, ആരാണ് പരാതിക്കാരി, എവിടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്, എവിടെയാണ് പ്രൂഫ്. ഇത്രയും 4 ചോദ്യം ചോദിക്കാൻ ഇവന് കഴിവില്ല. 4 ചോദ്യം ചോദിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പം അവൻ വിചാരിക്കുന്നതാണ് രാഹുലിനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങ് ഹരിചന്ദ്ര മഹാരാജാവായിട്ട് ആൾക്കാർ തീരുമാനിക്കുന്നു. ഇതുപോലത്തെ അന്യായം ഇതെന്ന് പറഞ്ഞാൽ ഹീ ഡസൻറ്റ് ഹാവ് കേപ്പബിലിറ്റി ടു ടേക്ക് എ ഡിസിഷൻ. ഒരിക്കലും ഡിസിഷൻ എടുക്കുമ്പോൾ ന്യായം നോക്കി ഡിസിഷൻ എടുക്കുന്നത്, അല്ലാതെ സോഷ്യൽ മീഡിയ കറങ്ങുന്ന വോയിസ് ക്ലിപ്പ് നോക്കി ഡിസിഷൻ എടുക്കുന്ന ഇവനെയൊക്കെ നാളെ ഇവൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഈ കനോട്ട് ടേക്ക് സോഷ്യൽ മീഡിയ നോക്കി ഇവൻ ഡിസിഷൻ, സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും നോക്കി ഡിസിഷൻ എടുക്കുന്ന ഇവൻ എന്ന് പറയുമ്പം ഈ കേരളത്തിൽ മൊത്തം നാണംകേടായിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്മാർ ഇവൻ്റെ ഇവനെ കൊണ്ട് ഇത്താവായിരിക്കും. അത് കേരളത്തിലുള്ള മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ഷെയിമായിരിക്കും.
അപ്പോൾ ഇവന് he cannot take any decision. Whatever decision he has taken is completely wrong. ഒരു സോഷ്യൽ മീഡിയ വഴി കറങ്ങുന്ന വോയിസ് ക്ലിപ്പിന്റെ പേരിൽ ഡിസിഷൻ എടുക്കുന്ന ഇവൻ ഒരിക്കലും ഇവന് ഒരു മന്ത്രി പോലും ആകാൻ പാടില്ലാത്തവൻ, ഇവനെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കാൻ കഴിയില്ലാത്തവനവൻ. ഇവനും പിന്നെ മാത്രമല്ല ഇവനിപ്പം ഹീസ് ടേക്കൻ എ റോങ് ഡിസിഷൻ. അപ്പോൾ അത് ആ റോങ് ഡിസിഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നേതൃത്വ സ്ഥാനത്ത് വേറെ ആരുമില്ല. രമേശ് ചെന്നിത്തല ഹീസ് ഓൾസോ ദ സെയിം ഇൻകേപ്പബിൾ പേഴ്സൺ. അതുപോലെ തന്നെ KC വേണുഗോപാൽ, അവൻ്റെ തലയിൽ ആളുതാമസമില്ല. അപ്പം ദേ ആർ ടേക്കിംഗ് എ വെരി റോങ് ഡിസിഷൻ. ഒരാളെ ബലി കൊടുക്കുകയാണ് അവർ. ബലി കൊടുത്തിട്ട് ഇവരുടെ ഇമേജ് കൂട്ടുക, അതായത് സ്ത്രീ പക്ഷപാതികളാണെന്ന് തെളിയിക്കുക. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരുത്തരും അങ്ങനെ വിചാരിക്കത്തില്ല. ഇത് അനീതിയാണെന്ന് പറയാൻ എല്ലാവരും ഒന്നിച്ച് പറയുന്ന സാധനം ഇത് അനീതിയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതികരിക്കണം. അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും BJPക്കാരായാലും ഏത് പ്രസ്ഥാനക്കാരായാലും ഇത് അനീതിയാണ്. ഒരു വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെയാകാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഏതോ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, പിന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കുക. എന്നിട്ട് എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് എന്താണെന്നറിയോ? MLA സ്ഥാനം രാജിവെക്കാത്തതിന് ഒരു കാരണമേ ഉള്ളൂ. അവിടെ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ഷൻ വരും. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ BJP ജയിക്കും. അവിടെ കോൺഗ്രസിനെ വീണ്ടും ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവന്മാർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവൻ വിചാരിക്കുന്നത്. ഇപ്പം ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഇവന്മാരുടെ ഒരു ഇതുകൊണ്ടല്ല. അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ച ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ അത്രയ്ക്ക് വെറുത്തിരിക്കുകയാണ്. ആ വെറുപ്പാണ് വോട്ടായി മാറുന്നത്. അല്ലാതെ ഇവന്മാരുടെ ഒരു കാര്യമല്ല. ഇത്രയും നാളായിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പ്രശ്നം നടത്താൻ ഇവന്മാർക്ക് ആർക്കും കഴിഞ്ഞോ? VD സതീശന് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും കഴിഞ്ഞു? ഇവന്മാർ ദേ ആർ ഇൻകേപ്പബിൾ പീപ്പിൾ. ദേ ഹാവ് നത്തിങ് ഇൻ ദെയർ ബ്രെയിൻ. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് പരാജയത്തിന്റെ പടുകുഴി പോകുമെന്ന് മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാത്തതിൽ കോൺഗ്രസ് തന്നെ ക്ഷയിച്ചു പോകും. അപ്പം കോൺഗ്രസ് ഇനി കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാരെ വെച്ചുകൊണ്ടൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് സോഷ്യൽ മീഡിയ നോക്കി ഭരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ പാതാളക്കുഴി പോകും. സോഷ്യൽ മീഡിയയിൽ വരുന്നതും അല്ലെങ്കിൽ ചാനൽ ചർച്ച നോക്കി ഭരണം നടത്താനോ ഇവന്മാരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാവും, കോൺഗ്രസ് നിലനിൽക്കും, പുതിയ തലമുറ വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇവന്മാരെ 3 പേരെയും, രമേശിനെയും സതീശിനെയും വേണുഗോപാലിനെയും ഇതിനകത്തുനിന്ന് മാറ്റി കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക. അതിനുശേഷം യുവാക്കൾ വരട്ടെ. ചാണ്ടിയുമ്മനോ ഷാഫി പറമ്പിലോ VT ബൽറാമോ അതുപോലുള്ള യുവത്വത്തിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇലക്ഷനിലേക്ക് പോവുക. ഈ കഴിവുകെട്ടവന്മാരെ എത്രയും പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇലക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇവന്മാർക്കുണ്ടെങ്കിൽ ഇവന്മാർക്ക് നല്ല ഒരു രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ പറ്റും എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതല്ല ഈ ഉണ്ണാക്കന്മാരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസത്തിൽ എങ്ങനെയെങ്കിലും ജയിച്ചാൽ പോലും ഇവന്മാർ ഇത് മുഴുവൻ കുളവാക്കും. ഈ പ്രസ്ഥാനത്തെ അതോടുകൂടി ഇവന്മാർ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ മുഴുവൻ ഡിസിഷൻസും തുക്ലക്ക് ഡിസിഷൻസ് ആയിരിക്കും. ഇവന്മാർക്ക് ഒരു തരത്തിലും ഇവന്മാരെ സോഷ്യൽ മീഡിയ നോക്കി ഭരിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടില്ല. അതോടുകൂടി ഇവിടെ കോൺഗ്രസ് അവസാനിക്കും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ഇല്ലാത്ത ഇവിടെ പ്രക്ഷോഭം നടത്തിയാലും ഒന്നുമല്ലാത്ത മറിയക്കുട്ടി ചേട്ടത്തി ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ സമരം നടത്തി. ഇവിടെ അവന്മാരുടെ കപടത വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചത് ഒരു മറിയക്കുട്ടി ചേട്ടത്തി ചെയ്തു. ആ മറിയക്കുട്ടി ചേട്ടത്തിന് 100 കേപ്പബിലിറ്റി ഇല്ലാത്തവന് ഇവന് കേരളം മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ 45% ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ അനുഭാവികളുള്ള ഈ സംസ്ഥാനത്ത്
ഇവര് ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് പ്രതിപക്ഷ നേതാവൊക്കെ വെച്ചേക്കുന്നത് എന്തിനാ? ഈ ഗവൺമെന്റിനെതിരെ, ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കൊടുത്തേക്കുന്നത്. ഈ ഗവൺമെന്റ് എല്ലാ പരാജയത്തിനും കാരണം ഇവൻ തന്നെയാണ്. ഇവനൊന്നും മുന്നോട്ട് എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മുന്നോട്ടുണ്ട് ഇവനെന്ത് ഒന്നും ചെയ്യാതെ ബ്യൂട്ടി പാർലറിൽ മാത്രം പോയി തല കറപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇവനെ പിന്നെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോട് അവസാനിക്കും. അതോട് കോൺഗ്രസിന്റെ അവസാനമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ യുവാക്കളെ കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന് രാഹുൽ മാങ്കുടത്തിനെ കൊണ്ടുവന്ന് അതുപോലുള്ള യുവാക്കളെ കൊണ്ടുവന്ന് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ ഇവന്മാർക്കുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ദേ ക്യാൻ ആക്ച്വലി ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ ഇവന്മാർ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ ഇവന്മാർ ഈ ഒരു രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവന്മാർ 8 നിലയിൽ പൊട്ടും. അഥവാ എങ്ങനെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ജയിച്ചു വരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുള്ള വെറുപ്പ് കാരണം ചിലപ്പം ജയിച്ചാൽ തന്നെ ഇവന്മാർ കംപ്ലീറ്റ് കോളവാക്കി കോൺഗ്രസിനെ ഇല്ലാതാക്കി കോൺഗ്രസ്സുകാരെ മുഴുവൻ നാണം കെടുത്തി ഇവന്മാര് വൃത്തികേടാക്കി കളയും. എന്ത് ചെയ്തിട്ടാണെങ്കിലും രാഹുൽ സാറിനെ തിരിച്ച് നിയമസഭയിൽ മറ്റന്നാൾ വരണം. അതിനു പുറമെ എന്തൊക്കെയാണെങ്കിലും പാലക്കാട്ട് വരണം. ഞങ്ങളുടെ എല്ലാം അത്ര കമിലുണ്ണിയാണ്, അത്രയും നല്ല പയ്യനാണ്, അത്രയും നല്ല ആളാണ്. എന്തൊക്കെയാണ് ഞങ്ങൾ എന്ത് സംരക്ഷണം വേണമെങ്കിലും കൊടുക്കും, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ നിലനിർത്തും, കൂടെ നിൽക്കും. എന്തൊക്കെ സഹായം വേണം അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും പാലക്കാട്ടുകാര്. ഒരു കാരണവശാലും ഒരു സപ്പോർട്ടും ഞങ്ങൾ കുറയ്ക്കില്ല. എല്ലാ സപ്പോർട്ടും ഉണ്ട്. എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ ഞങ്ങളെല്ലാം മാനസികമായിട്ട് അവന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നേരത്തെ കാണാൻ പറ്റില്ല, വിളിച്ചിട്ടില്ല, അറിയില്ല. ഇങ്ങനൊരു അവസരം ITV ന്യൂസ് ആണ് ഞങ്ങൾക്ക് തന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സപ്പോർട്ട്, ഞങ്ങളുടെ മാനസികമായ ഒരു പിന്തുണ, ഐക്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇനി ഈ കേക്കച്ചനും അല്ലാത്ത ആരെന്ത് പറഞ്ഞാലും രാഹുലിനുള്ള സപ്പോർട്ടും പിന്തുണയും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങളുടെ ഒരു കാര്യത്തിലും കുറയില്ല. അത് എന്നും 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 എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ മറക്കില്ല. ചെയ്ത് കൊടുത്തിരിക്കും, കൂടെ നിന്നിരിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും എവിടെ എത്തണമെങ്കിലും ഞങ്ങൾ എത്തും. പാലക്കാട്ടുകാര് മനസ്സ് കൊടുക്കുന്നവരാണ്. ഞങ്ങൾ അതിന്റെ കൂടെ എന്താണ് ഞങ്ങളെ കൊണ്ട് ആവശ്യം, രാഹുൽജി എന്ത് പറഞ്ഞാലും ഞങ്ങൾ പോയി പറയും, ചെയ്യും, അന്വേഷിക്കും, കൂടെ നിൽക്കും, രക്ഷിക്കും, സഹായിക്കും, രക്ഷപ്പെടുത്തും. അതിന് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്തായാലും വിളിച്ചപ്പോൾ കിട്ടി, വളരെ സന്തോഷമുണ്ട്. കേക്കച്ചനൊന്നും അടുത്ത ഇലക്ഷനിലെ ആൾക്കാർ ചൂലുകൊണ്ട് തല്ലി ഓടിക്കും വോട്ടിന് ചോദിച്ചിട്ട് വന്നാൽ. രാഹുൽ ഇല്ലാതെ ഒരു വോട്ടിന് എവിടെ വന്നാലും ആരും വോട്ട് ചെയ്യില്ല. യൂത്തുകാരല്ല അല്ലാത്ത ആരും മര്യാദയ്ക്ക് വോട്ട് ചെയ്യില്ല രാഹുലിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ. ജനങ്ങളുടെ മുമ്പിൽ എന്നും കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികൾക്കോ നാട്ടുകാർക്കോ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത് യുവനേതാവ് വേറെ ആരുമില്ല. ഈ സംഭവിച്ചത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിനോ ഒരു വെറും ഒരു അനുഭാവിക്ക് പോലും ആയിരുന്നു ഇങ്ങനെ സംഭവിച്ച് രാഹുലിനല്ലായിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ രാഹുൽ മുമ്പിൽ നിൽക്കുമായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച് തന്റെ ഇടത്തോടെ ചോദിക്കുമായിരുന്നു. ഇതാ പാവത്തിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. കഷ്ടം. ദൈവം പുറത്തില്ല. എന്തായാലും അവനോട് എന്ത് ചെയ്താലും ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ലായിരുന്നു കൂടെ ഉള്ളവര്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും എപ്പോഴും രാഹുലിന് വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാ ഇതും ഞങ്ങൾ വാഗ്ദാനമല്ല, ഇത് സത്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തിരിക്കും പാലക്കാട്ടുകാർ. ഉറപ്പായിട്ടും പാലക്കാട്ടുകാരല്ല, കേരളത്തിലെ എല്ലാവരും നല്ല പയ്യനാണ്. എല്ലാവിധ പിന്തുണയും ഉറപ്പും ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. എന്റെ പേര് ഷാജി ജോൺ. ഒരു കാരണവശാലും ആ പയ്യനെ നമ്മൾ ഔട്ടാക്കാൻ നിൽക്കരുത്. കാരണം എന്റെ ഒരു കലി എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. ഈ സതീശൻ ഇത്രയും ഇതുണ്ടാക്കാന്ന് പറയാൻ അയാൾ ഒറ്റ എടുത്താണ് ഇത്രയും വിഷയം ഉണ്ടാക്കിയേക്കണേ. ഇയാള് രാജിവെക്കണം, അവിടെ പോരുന്നു ഇവിടെ പോരെന്ന് പറഞ്ഞില്ലേ. സതീശൻ ഒരു ചുക്കുമല്ല, സതീശന് ആർക്കും ഇഷ്ടമല്ല. കള്ളന് കഞ്ഞി വെച്ചവനാണ്. അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇയൊക്കെ ജീവിക്കണമെങ്കിൽ ജീവിച്ചാൽ പോരെ. ഉമ്മൻചാണ്ടീനെ വരെ ഇയാള് തള്ളി പറഞ്ഞു. ഒത്തിരി ഇതൊക്കെ ഇയാൾ പറഞ്ഞതാ. രാഹുൽ മാങ്കൂട്ടം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവന്റെ പേരിലൊരു കേസുമില്ല, ഒന്നുമില്ലല്ലോ. ഇവൻ പറ്റുമെങ്കിൽ ഇവൻ തന്തൊക്കെ എനിക്കവനാണെങ്കിൽ
ഇപ്പൊ രാജിവെക്കുകയല്ല. ഇലക്ഷൻ ആകുമ്പോൾ രാജിവെച്ചിട്ട് ഞാൻ പറയണ ഇവന്റെ സതീശനെതിരായിട്ട് ഇവൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ ജയിക്കും. അത്രയ്ക്ക് ഹോപ്പുണ്ട് ഇവന്. എന്റെ പേര് മാത്യു എന്നാണ്. ഞാൻ പണ്ട് മുതൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുള്ള കാലം മുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇത്തവണ പേടിക്കാനൊന്നുമില്ല. സതീശന് അടുത്ത തവണ പ്രതിപക്ഷ നേതാവാകില്ല. കെട്ടിവെച്ച കാശ് കിട്ടൂല. കാരണം ഞങ്ങളുടെ ഒരു ബാവയുണ്ട് പറവൂര്, ബാബാപ്പള്ളി എന്നാ പറയുന്നത്. ഞാൻ എല്ലാ വർഷവും പോകുന്നു. എല്ലാത്തിനും ഒരു ദൈവനിശ്ചയമൊക്കെ ഉണ്ട്. അതനുസരിച്ചൊക്കെ പോകുക. മനുഷ്യന് നമ്മളൊക്കെ കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് കരുണാകരൻ ആരെയൊക്കെ രാഷ്ട്രീയത്തിൽ കയറ്റി അവരെല്ലാം കരുണാകരൻ പണിയെടുത്തുള്ളോ. ചെന്നിത്തലയൊക്കെ കയറ്റിയത് കരുണാകരനാ. പിന്നെ കരുണാകരൻ കയറ്റിയവർക്കൊക്കെ കരുണാകരന് പണി കൊടുത്തിട്ടുണ്ട്. അതാണ് അവരുടെ സ്വഭാവം. പക്ഷെ കരുണാകരൻ നല്ല സ്വഭാവമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ലീഡറായിരുന്നു. എല്ലാ കാര്യത്തിലായിരുന്നു. രാജീവ് ഗാന്ധിയും കഴിഞ്ഞപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോകും. രാജീവ് ഗാന്ധി മരിച്ച സ്ഥലത്തൊക്കെ ഞാൻ പോയതാണ്. അത്രയും ഇതായിരുന്നു. നമ്മൾ ഇത്രയും ആക്റ്റീവായിട്ട് ലിസ്റ്റ് കൊടുക്കാനോ ഇലക്ഷനോ വർക്ക് ചെയ്യാനോ എല്ലാത്തിനും നടന്നില്ല. എനിക്ക് ആദ്യം മുതലേ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കോൺഗ്രസ് ഇത് നിൽക്കുമ്പോൾ നമുക്ക് മറ്റു അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മിക്കവാറും കെട്ടിവെച്ച കാശ് കിട്ടൂല. 90%. കോൺഗ്രസിൽ തന്നെ രമേശ് ചെന്നിത്തല കരുണാകരൻ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇതെല്ലാം ഈ പണം കിട്ടുന്നിടത്ത് പിണറായി ഇവന്റെ ഒക്കെ നല്ല സ്വഭാവമായിരുന്നു. പിണറായി പണ്ടപ്പോ ഇറങ്ങിപ്പോക്കൊണ്ടായിരുന്നു. സ്വഭാവമൊന്നുമല്ല, കയ്യിലിരിപ്പ് വേറെ. അപ്പൊ അതൊക്കെ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്. ബാബാപ്പള്ളിയിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും കൃമികൾക്കൊന്നും അടുത്ത തവണ MLA സ്ഥാനത്തുണ്ടാകരുത്. അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ദൈവം തീരുമാനിച്ചോളൂ. രാഹുലിനെ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. രാഹുലിന്റെ പ്രവൃത്തിയും അത് എല്ലാ കാര്യങ്ങളും. ഇവരൊക്കെ കൂടിയിട്ട് അന്ത്യം ഏതായാലും എല്ലാവരും പറയില്ലേ, എന്തായാലും സമ്മാനം വാങ്ങിക്കുന്ന താഴെ ഒന്നേ മേടിച്ചോളും എന്ന് പറയുന്ന പോലെ ആണ് നമ്മൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.